ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്ക് കൂടെ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി. ഇന്നത്തെ വായന ഭാഗം യോശുവ 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 52 വാക്യം. അവൻ രണ്ടാമത്തവന് എഫ്രയീം എന്ന് പേരിട്ടു. യോസെഫിൻ്റെയും ആസ്നത്തിൻ്റെയും രണ്ടാമത്തെ മകനായിരുന്നു എഫ്രയീം. ഈ പേരിൻ്റെ അർത്ഥം ഫലഭൂയിഷ്ഠമായത് എന്നാണ്. സ്വപ്ന വ്യാഖ്യാനത്തിൽ യോസെഫ് പറഞ്ഞ സുഭിക്ഷതയുടെ നാളുകളിൽ തന്നെയാണ് മക്കൾ ഇരുവരും ജനിക്കുന്നത്. എന്നാൽ സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാണ് യോസെഫ് തൻ്റെ രണ്ടാമത്തെ മകന് എഫ്രയീം എന്ന പേര് നൽകുന്നത്. മൂത്ത മകൻ മനശ്ശെ ആണെങ്കിലും അപ്പൻ ജ്യേഷ്ഠ അവകാശം നൽകുന്നത് തൻ്റെ ഇളയ മകനായ എഫ്രയീമിനാണ്. അങ്ങനെ അനുഗ്രഹത്തിലൂടെ ജന്മ അവകാശം നേടിയെടുക്കുവാൻ എഫ്രയീമിന് സാധിച്ചു. യാക്കോബിൻ്റെയും മോശയുടെയും അനുഗ്രഹമൊഴികളിൽ യോസെഫിനെ ഒരു ഗോത്രമായി പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇസ്രായേലു ചരിത്രത്തിൽ ജോസഫിൻ്റെ മക്കളായ മനശ്ശെയെയും എഫ്രയീമിനെയും ഗോത്ര തലവന്മാരായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. യാക്കോബിൻ്റെ അനുഗ്രഹത്തിലും ദേശ വിഭജനത്തിലും ഇളയ മകനായ എഫ്രയീമിന് നൽകുന്ന മുൻഗണനയിൽ നിന്ന് എഫ്രയീം ഗോത്രത്തിനുള്ള പ്രാബല്യവും സ്ഥാനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യോർദാന് പടിഞ്ഞാറ് പലസ്തീൻ നാടിൻ്റെ മധ്യഭാഗത്തെ മലനിരകളും ഫലഭൂയിഷ്ഠമായ താഴ്വരകളും എഫ്രയീം ഗോത്രക്കാരുടെ കൈവശമായിരുന്നു. എന്നാൽ മറ്റ് ഗോത്രങ്ങളെപ്പോലെ എഫ്രയീമിന് ഇതര ശക്തികളോട് ഏറ്റുമുട്ടി നാശനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും ഇല്ല. ശേഖേം, ശീലോ, തലസ്ഥാന നഗരികളായ തിർസ, ശമര്യ ഇവ സ്ഥിതി ചെയ്തിരുന്നതും എഫ്രയീമിൽ തന്നെ ആയിരുന്നു. ദീർഘവർഷങ്ങൾ ഇസ്രായേലിനെ നയിച്ച യോശുവയും ന്യായാധിപനും പ്രവാചകനുമായി ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്ത ശമൂവേലും ഒക്കെ എഫ്രയീമ്യ ഗോത്രക്കാരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ആരംഭം മുതലേ എഫ്രയീം ഗോത്രത്തിന് ഒരു പ്രധാന സ്ഥാനം ഉണ്ടായിരുന്നു. കാരണം എഫ്രയീമിലെ ശീലോവിലായിരുന്നു സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്നത്. ഇത് എഫ്രയീം ഗോത്രത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കുന്നതിന് തന്നെ കാരണമായിട്ട് തീർന്നു. മാത്രമല്ല, പിതാവായ അല്ലെങ്കിൽ വല്യപ്പച്ചനായ യാക്കോബിൻ്റെ അനുഗ്രഹവും ഇവിടെ എഫ്രയീമിന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ യാക്കോബ് പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം നിന്നെ എഫ്രയീമിനെയും മനശ്ശെയെയും പോലെ ആക്കുമാറാകട്ടെ എന്ന് ഇസ്രായേല്യർ നിന്റെ പേർ ചൊല്ലി അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് എഫ്രയീമിനെ മനശ്ശെയ്ക്ക് മുമ്പ് ആക്കി. ഇവിടെ ഇതിലൂടെ യാക്കോബ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ അനുജൻ വർദ്ധിച്ച് വരും എന്നാണ്. എഫ്രയീമിന് അനുഗ്രഹങ്ങളും മുൻഗണനയും ഇവിടെ കൂടുതൽ നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവം നമുക്ക് മുൻഗണനയും പ്രാധാന്യവും നൽകുന്നതുകൊണ്ടാണ് നാമും ഇപ്രകാരം അനുഗ്രഹത്തോടെ ജീവിക്കുന്നത്. അതിന് നന്ദിയുള്ളവരാകുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എഫ്രയീമിന് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയതുപോലെ അതാത് കാലഘട്ടങ്ങളിൽ അടിയങ്ങൾക്ക് നൽകുന്ന മുൻഗണനയ്ക്കായി, അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി കരേറ്റുന്നു. അതിന് നന്ദിയുള്ളവരായി തീരുവാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.